ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ആയി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ലാസ്റ്റത്തെ വീഡിയോ ഇപ്പോൾ എന്നാൽ കഴിഞ്ഞ ആഴ്ചയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നത് കുറവാണ്. പിന്നെ വേറൊന്നുമല്ല, എന്താ പറയുക, ഒന്നാമത് വർക്കിൻ്റെ ഓരോരോ ടൈമിൻ്റെ ഇഷ്യൂല്ല ഊഞ്ഞാണ്ടത്തിൽ, പിന്നെ കണ്ടൻറ്റും കാര്യമൊന്നുമില്ല. അപ്പം എന്തായാലും ഇന്നൊരു വീഡിയോ ചെയ്യാൻ കരുതി. എന്താന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് സംഭവ വികാസങ്ങൾ കാണിക്കാൻ കരുതി. വേറൊന്നുമല്ല, ഈ ഒരു കവർ നിറച്ച് എൻ്റെ ചെറിയ ചെറിയ കഴിവുകൾ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ കരുതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ TTC പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചന്ന് ഒരുപാട് എന്താ പറയുക, നമ്മൾ ചെയ്യാത്ത ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മോണ്ടിസോറി ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. മോണ്ടിസോറി TTC അതൊരു 2 കൊല്ലം 1.5 കൊല്ലമായിട്ട് 2 കൊല്ലം ഞാൻ പഠിച്ചിരുന്നു. സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീച്ചിങ് എന്നുള്ളൊരു ഫീൽഡിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. പിന്നെ താല്പര്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ +2 കഴിഞ്ഞിട്ട് നേരെ ഡിഗ്രിക്കും കൂടെ പോവാതെ ഞാൻ ആ കോഴ്സ് എടുത്ത് പഠിച്ചത്. പിന്നെ പിന്നെ താല്പര്യമില്ല. അത് പഠിച്ച് കഴിഞ്ഞ് ഇത്രയും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെ ഒന്ന് എന്താ പറയുക, മെനക്കെടാണ് ഒന്നും ഇതാക്കി എടുക്കാന്നുള്ളത്. കുട്ടികളെ നമുക്ക് ഇങ്ങോട്ട് പഠിപ്പിച്ചു തരുന്ന അവസ്ഥ. അപ്പോൾ അതൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ കരുതി എന്തായാലും ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ അല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അന്ന് ഞാൻ ഈ കോഴ്സ് ഞാൻ പഠിച്ചെന്ന് ഒരുപാട് TTC പഠിച്ചവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ അറിയുണ്ടാവും. ടീച്ചർ ആയവർക്കും അറിയുണ്ടാവും എന്തൊക്കെ ഉണ്ടാവും പഠിക്കുമ്പോൾ. ഒരുപാട് വർക്കും കാര്യങ്ങളും ചെയ്യും. കുറേ ചാർട്ട് വർക്ക്, കുറേ ആൽബം, കുറേ ഫയല്. അങ്ങനെ അത് ഒന്നൊന്നുമില്ല, 5-6 ഉണ്ടായിരുന്നു. അതൊക്കെ ഉറക്കം വെച്ച് കുറേ ഇരുന്ന് വരച്ചിട്ടും എഴുതിയിട്ടും കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ കവറിൽ ഞാൻ അടക്കി വെച്ചിക്കണം. അതുകൊണ്ട് കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നീട് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക, ഞാൻ ഇതുവരെ ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല. ഇത് ഒന്നും കൂടെ റെഡിയാക്കിയിട്ട് മേലെ കൊണ്ടുവച്ചിരുന്നു. മുകളിൽ കൊണ്ടുവച്ചപ്പോൾ അന്ന് ഞാൻ സംഭവങ്ങളൊക്കെ ഒന്ന് മറിച്ച് നോക്കിയിരുന്നേ. പിന്നെ ഞാനത് തൊട്ടിട്ടില്ല. അപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ചെതലൊക്കെ പിടിച്ചിട്ടുണ്ടോ പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ എഴുതി. വേറെ ഒന്നുമില്ല, നമ്മളെല്ലാവരും ചെയ്യുന്ന ഓരോരോ വർക്കും കാര്യങ്ങളാണ്. ഒരാളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക കാണിക്കാന്ന് കരുതി. അപ്പോൾ എന്തായാലും അന്ന് എന്താ പറയുക, ഡിക്ഷണറീൻ്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. ആ കോഴ്സ് പഠിച്ചത് അന്നാ വാങ്ങിച്ചതാണ്. പിന്നെ ഞാനത് തൊട്ടിട്ടില്ല. അത് ശരിക്കും ഞാൻ നോക്കിയിട്ട് പോയില്ലായിരുന്നു. അത് എന്താ പറയുക, അന്ന് ബാഗിലിട്ട് കൊണ്ടുപോകുന്നല്ലാതെ ഇത് നോക്കിയിട്ടില്ല. ഇതൊക്കെ പയ്യെ ബുക്ക് എടുക്കുമ്പോഴുള്ള മണം ഉണ്ടാവുമല്ലോ, ആ ഒരു മണം ഉണ്ട് ഇതിന്. ഇത് വന്നിട്ട് ഞാൻ കമ്പ്യൂട്ടർ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു TTCൻ്റെ ഇതിന് എന്തായാലും പോകാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഞാൻ നേരെ പിന്നെ എന്താ പറയുക, കമ്പ്യൂട്ടറിൻ്റെ മൈക്രോസോഫ്റ്റ് ഒക്കെ പഠിക്കാൻ പോയി. ബേസിക് കാര്യങ്ങളും പിന്നെ അതൊക്കെ പഠിക്കാൻ പോയി. പിന്നെ ഡാറ്റ എൻട്രി പഠിച്ച് ഇതൊക്കെ പഠിച്ചിട്ട് നേരെ ബില്ലിങ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആ ഒരു ഫീൽഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ 1 വർഷമായിട്ട് അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് 2 കൂടെ 1 വർഷം പഠിച്ചു. ഇതിൻ്റെ ഉള്ളിലുള്ളതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതുവരെ ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. അന്ന് തന്നതാണ്. ഇതിന് പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല. ഫ്രീ ആയിട്ട് തന്നതോ അതും അറിയില്ല. ഫ്രീ ആയിട്ടാവില്ല എന്തായാലും. അപ്പോൾ ഇതിൻ്റെ എക്സാം എന്താ ഇതായെന്ന് വെച്ചാൽ, എക്സാമിൻ്റെ അന്നായിരുന്നു എൻ്റെ നിക്കാണ്ട്. അതായത് ആഗസ്റ്റ് 19 ആഗസ്റ്റ് അന്നായിരുന്നു എൻ്റെ നിക്കാഹ്. അപ്പോൾ അതിൻ്റെ 2 ദിവസം മുന്നേ അത് തലേ ദിവസമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു. അല്ല, അത് അങ്ങനല്ല, ഇന്ന് എക്സാം ഉണ്ട്. പിന്നെ എക്സാം ഫീസ് എത്ര 570 അതിന് 750 അതിന് അത്രയായിരുന്നു. അപ്പോൾ അത്രയാണ് ഫീസ്. അപ്പോൾ ഞാൻ ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കാരണം ഞാൻ അന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, റിസപ്ഷനിസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് അവിടേക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ഞാൻ എന്താ പറയുക ഫുള്ളാക്കിയണോ അതും അറിയില്ല, ഒന്നും ഓർമ്മയില്ല ഇപ്പോൾ വയസ്സായി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ പൈസ ഏൽപ്പിച്ചിട്ട് എക്സാം എഴുതണം എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു ഞാൻ നിന്നേ. അപ്പോൾ ഇവരോട് ഞാൻ ഡേറ്റ് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് എന്താ കറക്റ്റ് അറിയില്ല, ജൂണിലോ ജൂലൈയിലോ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എൻ്റെ നിക്കാഹ് എന്താ പറയുക ഉറപ്പിക്കണത് ജൂലൈ ലാസ്റ്റൊക്കെയാണ്, ആഗസ്റ്റ് ഫസ്റ്റിലൊക്കെ ആക്കാന്നത്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എന്താ പറയുക, എന്തായാലും എക്സാം എഴുതാൻ പറ്റും, എനിക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റും എന്നൊക്കെ കരുതിയത്. അങ്ങനെ എന്താ പറയുക, പിന്നെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു എന്നാണ് ഡേറ്റ് അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. ഈ ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയ ക്യാമ്പസിൽ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആഗസ്റ്റിലാണ്. ആഗസ്റ്റ് എത്രാം തീയതിയാണെന്ന് ചോദിച്ചപ്പോൾ ഒരപ്പോഴും ഒരു ഇത് പറഞ്ഞില്ല. അങ്ങനെ പിന്നെ എൻ്റെ നിക്കാഹ് ഉറപ്പിച്ച് നിക്കാഹിൻ്റെ ഒരാഴ്ചയായിട്ട് മുന്നേ പറയണത് ഇങ്ങനെ ആഗസ്റ്റ് 19 അത് എക്സാം. 2 നേരം ഉണ്ടോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഫീസ് അടച്ചു, എക്സാം പോയിട്ടില്ല, അതങ്ങനെ പോയി. പിന്നെ
നിക്കായിൻ്റെ അന്നൊക്കെ ട്രെൻഡ് ആയിരുന്നു ഈ മാറ്റി ഒരുങ്ങിയാണ്ട് എക്സാം ഒക്കെ എഴുതി വരുന്നത്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പം വേണ്ട വെച്ച് അങ്ങനെ എഴുതിയിട്ടില്ല. പിന്നെ നിക്കാഹ് കഴിഞ്ഞ് പിന്നെ ഓരോ വിളിച്ചിട്ടുണ്ടായിരുന്നു എക്സാം എഴുതാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. എക്സാം എഴുതാൻ താല്പര്യം ഉണ്ടോ വെച്ചിട്ട് ഞാൻ ഈ പഠിച്ചതും എഴുതിയതും അന്ന് എന്താ പറയുക അതിൻ്റെ പ്രാക്ടിക്കൽ തീർക്കാൻ മറന്നു. അതുകൊണ്ട് പിന്നെ ഇതും അങ്ങനെ വെറുതായി. പിന്നെ ഇനിയുള്ളത് ഞാൻ കാണിച്ചുതരാം. ഞാൻ ചെയ്തിട്ടുള്ള ഓരോരോ വർക്കാണ്. ഇത് കുറച്ച് എൻ്റെ ഫോട്ടോസ് കാണിച്ചുതരാം. ഇത് ഞാൻ 7th പഠിക്കുമ്പോഴുള്ള ഫോട്ടോ. ഇതാണ് ഞാൻ കണ്ട മനസ്സിലാവും. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അശ്വിനി, പിന്നെ ഇവളും സെജില. ഇവളിപ്പോ എന്താ പറയാ ഫാർമസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവള് കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടി കഴിച്ചിട്ടുണ്ട്. ഇവളെന്ത് വർക്ക് ചെയ്യേണ്ട അറിയില്ല. എപ്പോഴെങ്കിലും കൂടെ നമ്മൾ കോണ്ടാക്ട്. അന്നത്തെ ബെസ്റ്റ് ഫ്രണ്ട് ഇവരുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ 10th ബാച്ചിലുള്ളപ്പോൾ ഇവർ തന്നെയാണ്. ഇതില് ഞാൻ ഇന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ബോധം ആക്കോല ഇതാണ്. അന്ന് മറ്റോളില്ല, ഇവളിതാ അശ്വനിതാ. എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണ്. എത്ര പെർസെന്റ്? 1 2 3 4 5 6 A++ഉം 2 Aയും C++ഉം B++. C+ അതിനെ കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും. ഒരു മാത്സിൽ നല്ല വീക്കും. പോയിട്ട് ഇന്റർവ്യൂലൊക്കെ പോകുമ്പോ ഇത് വേറെ എന്തൊക്കെ ഉണ്ടല്ല എന്റെ ഫോട്ടോ. ഇത് 7ാം ക്ലാസ് പഠിക്കുമ്പോ ഉള്ളതാ തോന്നുന്നുണ്ട് കേട്ടാ. ഞാനുപ്പേ ഞാനും അന്നത്തെ എന്റെ ഡ്രസ്സൊക്കെ അന്ന് ഈ ഡ്രസ്സൊക്കെ ആയിരുന്നു ട്രെൻഡ്. എന്താ ലോങ് ടോപ്പോ ചെരുപ്പൊക്കെ പഴയ മണം. അപ്പൊ 2021 ഞാൻ DDC പഠിച്ച് കഴിഞ്ഞത് തോന്നുന്നു. റെക്കോർഡാണ് ഇതിന്റെ കളർ പഴയ ബുക്കിന്റെ മണം. പിന്നെ അടിച്ചതൊക്കെ കണ്ടില്ലേ, തുരുമ്പൊടിച്ച് വയ്ക്കുന്നു. ടോയ്സ് ആൽബാണല്ലോ, ടോയ്സ് ആൽബം. ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോ തല വിരിഞ്ഞിട്ടാവും. പിങ്ക് ടവർ അതിനെ പറ്റിയതാണ് പഠിക്കാനൊക്കെ ഉണ്ട്. ഇതറിയൂലേ? അതൊക്കെ ഈ കാണിച്ച സാധനങ്ങളൊക്കെ എന്താ പറയുക മോണ്ടിസോറിയിൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് മോണ്ടിസോറിയിൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുണ്ടാവുക. ഇതൊക്കെ ഇതിനൊക്കെ ഓരോരോ സൗണ്ട് എന്താണ് നമ്മൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഇത് പിന്നെ ഇതും അതുപോലെ തന്നെ കൗണ്ടിങ് ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇതാ സെൻസ് ഓഫ് ടേസ്റ്റ് ആൻഡ് സ്മെൽ. ഇതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് മോണ്ടിസോറിയിൽ ഉണ്ടാവും. നമ്മൾ ഈ മോണ്ടിസോറിയിൽ അധികം കുട്ടികളെ കൊണ്ട് ബുക്കിൽ എഴുതിപ്പിക്കുക, അങ്ങനെ സ്ലൈറ്റിൽ എഴുതിപ്പിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഈ മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ അധികം ഈ അംഗൻവാടി പോലെ തന്നെയാണ്. അംഗൻവാടിയിൽ ഓരോരോ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടാണല്ലോ മാത്സ് പഠിപ്പിക്കലോ ഇതൊക്കെ പഠിപ്പിക്കല്. അതേപോലെ തന്നെയാണ് ഈ മോണ്ടിസോറി. കുറെ ചാർട്ടിൽ വരച്ചിട്ട് അങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഇന്നത്തെ ഇപ്പൊ കാണിച്ച ഈ ഇൻസ്ട്രുമെന്റ്സ് ഫുള്ള് ഉണ്ടാവും മോണ്ടിസോറിയിൽ. കുറേ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും കുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കുക. ബുക്കിന്റെ പെന്നിന്റെയും സ്ലൈറ്റിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അത് ഞങ്ങൾ 4 ആൾക്കാർ മാത്രമല്ല ഈ മോണ്ടിസോറി DTC പഠിച്ചാൽ. പിന്നെ ഉള്ളത് മറ്റേ DPTC. അതിനൊക്കെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ മോണ്ടിസോറിക്കായി 4 ആൾക്കാരുണ്ടായിട്ടുള്ളൂ. അപ്പൊ അതാ ഫസ്റ്റത്തെ ആൽബമാണ് ലാംഗ്വേജ് ആൽബം. അങ്ങനെ കാണിച്ചിരുമ്പോൾ തല കഴിഞ്ഞിട്ടാണ് ലാംഗ്വേജ് ആൽബം. ഇത് ഒക്കെ നമ്മൾ കുത്തിയിരുന്ന് വെക്കേണ്ട കാര്യങ്ങളല്ല. ഇതൊക്കെ നമ്മൾ തന്നെ വെക്കണം. ഞാൻ ബാക്ക് ക്യാമറയിലാക്കിയിട്ട് കാണിച്ചാൽ അതാവും നല്ലത്. അതിൻ്റെ ഇൻഡെക്സും കാര്യങ്ങളും ഒക്കെ ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റർ ഇതൊക്കെ ഇതിലെങ്ങനെ ഉണ്ടായതാണ്. അതൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് സ്റ്റുഡൻസിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പ്രിന്റ് എടുത്ത് ഡയറക്റ്റ് ഒട്ടിച്ചാൽ അത് നമ്മുടെ എഴുതിയതായിട്ട് അതൊക്കെ പ്രിന്റ് എടുത്ത് ഡയറക്റ്റ് ഒട്ടിച്ചാൽ. പിന്നെ ഓരോരോ പാറ്റേൺ. ഇതാണ് എന്താ പറയാ എ കൊണ്ട് എത്ര ഇതുണ്ടാവും വേർഡ്സ് ഉണ്ടാക്കുന്നത്. ആപ്പിള് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ.
ഇതൊക്കെ ഒരു A4 ഷീറ്റിൽ, ഇതൊരു A4 ഷീറ്റാണിത്. ഒരു A4 ഷീറ്റാണ്. ഇതിൻ്റെ ഈ A4 ഷീറ്റിൽ ABCD അങ്ങനെ ഓരോരോ പാർട്ടായിട്ട് ഇങ്ങനെ വരച്ചിട്ട് പിന്നെ അത് കളർ ചെയ്തിട്ട് പിന്നെ ഇതുപോലൊരു ബോർഡർ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ A4 ഷീറ്റ് ഒട്ടിച്ചിട്ടുള്ളത്. അങ്ങനെ എന്താ പറയുക, ആൽഫബറ്റ് ഫുൾ എഴുതി കണ്ടുള്ളത്. അങ്ങനെ ഇതൊക്കെ പിന്നെ അന്ന് കുറേ കളറും A4 ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഈ DTC പഠിക്കാൻ എനിക്ക് 20,000 ആയിരുന്നു ഫീസ് വന്നിരുന്നത്. ഫീസിന്റെ പുറമെ ഈ ആൽബംസും A4ഉം അതുപോലെ ഈ കളറാണ് അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങാൻ തന്നെ ഒരു 10,000 തന്നെ ആയിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും പൈസ എടുത്ത് പഠിച്ചിട്ട് വീട്ടിൽ വെറുതെ ഒന്നും ഇരുന്നിട്ടില്ല. പിന്നെ ഞാൻ ഈ വർക്കിന് കയറാതെ വേറെയുള്ള വർക്കിന് കയറി. പിന്നെ പോകാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പോണം. പിന്നെ നേരെ ചെയ്യാൻ ഇതൊക്കെ നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യണം. ഇതൊക്കെ എന്താ പറയുക, കുറേയൊക്കെ ഫോണിൽ നോക്കിയിട്ട് കുറെ പിന്നെ മൈൻഡിൽ വരുന്ന ഓരോന്ന് അങ്ങനെയൊക്കെ. കുട്ടിൻ്റെ ഒക്കെ മൂന്നുണ്ടോ, കണ്ണുണ്ടോ, മീൻ കണ്ടോ? എന്തായിരുന്നു സംഭവം? 2 ലെറ്റർ വേർഡ്, ഈ അസീനോ അങ്ങനത്തെ ഒക്കെ. ഇതൊക്കെ ഞാൻ എടുത്തുവെച്ചത് ഏതെങ്കിലും കുട്ടികൾക്കൊക്കെ ആവശ്യം ഉണ്ടാവും. ചിലപ്പോൾ ഇൻഷാല്ലാ എൻ്റെ കുട്ടികൾക്ക് തന്നെ ആവശ്യം വരും, അല്ലെങ്കിൽ ഐഫോമോൾ വലുതേ വരില്ലേ, അവർക്ക് ആവശ്യം ഉണ്ടാവും. അങ്ങനെ എടുത്ത് വെച്ചതാണ് ഞാൻ. പഠിപ്പിക്കാൻ സുഖം, എന്തെങ്കിലും നോക്കിയിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ അന്ന് ഇങ്ങനെ മെനക്കെട്ട് ഇങ്ങനെ എഴുതി വരച്ച് അന്ന് എന്താ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് തന്നെയിരിക്കണം, തന്നെയിരിക്കും പണി. പിന്നെ വന്നാലും തന്നെയിരിക്കും പണി. അങ്ങനൊക്കെ വേർഡായിട്ട് നമ്മൾ ഓരോരോ എന്താ പറയുക ഫോണ്ട് മാറ്റി കണ്ടത് എൻ്റെ പേരെന്നെ വെച്ച് ചെയ്യുന്നത്. പിന്നെ ഓപ്പോസിറ്റ് സാൾട്ട് ഷുഗർ സാഡ് ഹാപ്പി ആണ് ഓപ്പോസിറ്റ് ഉണ്ടാവും. നമ്മൾ പിന്നെ വീക്ക് സൺഡേ മൺഡേ ട്യൂസ്ഡേ വെഡ്നെസ്ഡേ അത്. പിന്നെ മന്ത്സ് ഉള്ളൂ ഈ ആൽബം. ഇന്ന് കാണിക്കാനുള്ളത് മാക്സിൻ്റെ ആൽബമാണ്. അത് കംപ്ലീറ്റ് അല്ല, അതല്ലേ ഇതുപോലെ നമുക്ക് പേപ്പർ തരും. ഇതുപോലെ ബ്ലാങ്ക് ആയിട്ടുള്ള പേപ്പർ തരും, അതിൽ നമ്മൾ വർക്ക് ചെയ്യാം. അപ്പോൾ അത് കംപ്ലീറ്റ് അല്ല. ഇതിൻ്റെ ബാക്കിൽ വെക്കാനുള്ളതും പിന്നെ അതിൻ്റെ അപ്പോൾ എന്താ അത് കംപ്ലീറ്റഡ് അല്ല, വേറൊരു ആൽബം കംപ്ലീറ്റഡ് അല്ല. ഇതാണ് ഫ്രണ്ട് പേജ് വരുന്നത്, മാത്തമാറ്റിക് ആൽബം. ഇതുപോലെ എഴുതി കംപ്ലീറ്റഡ് അല്ല. ഇന്ന് വെച്ചത് 2020 നടുവിലൊക്കെ ആയപ്പോഴാണ് നമ്മൾ ആൽബം വർക്ക് തുടങ്ങിയത്. അപ്പം പിന്നെ അതിന് തൊട്ടിട്ടില്ല. പിന്നെതാ അതിൻ്റെ ഇൻഡെക്സ് അങ്ങനെ പെൻസിലിട്ട് എഴുതി വെച്ചതാണ്, അത് കംപ്ലീറ്റഡ് അല്ല. പിന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷന് ഒക്കെ എഴുതി വെച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതിയിട്ടില്ല. പിന്നെ എന്താ പറയുക, കൗണ്ടിങ് കാര്യങ്ങളൊക്കെ നമ്പേഴ്സ് 1 ബാക്ക് ക്യാമറയിൽ 1 നമ്പേഴ്സ് വരയ്ക്കുന്നത്, 2 2 റോസ്, പിന്നെ 2 അങ്ങനെ നമ്പേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്താ എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ കൊറോണൻ്റെ ടൈമായപ്പോൾ ഞങ്ങൾക്ക് പിന്നെ എല്ലായിടത്തും അടച്ച കിട്ടിയല്ലോ. മാസ്ക് ഒക്കെ ഇട്ട് പോയ ഓർമ്മയുണ്ട്. കൊറോണ ഒക്കെ മലപ്പുറം ജില്ലയിൽ അങ്ങനെ എന്താ പറയുക ക്വാറന്റൈനും കാര്യങ്ങളൊന്നും ഇല്ലാതെ മലപ്പുറം ജില്ലയ്ക്ക് വല്ലാതെ കണ്ടാവാതെ നിന്നപ്പോഴൊക്കെ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാലത്ത് പോയപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇതൊക്കെ. ഇത് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ മര്യാദക്ക് ചെയ്തുകൊണ്ട് പിന്നെ ഷേപ്സ് ഹെഡിങ് പോലെ എഴുതിയിട്ടില്ല, ഷേപ്സ് ഒക്കെ ചെയ്തിട്ട്. ഇതിപ്പോൾ എന്താ മറ്റേ ഡോട്ട് വർക്ക് തോന്നുന്നുണ്ട്, കണ്ടിട്ട് ഓർമ്മയില്ല. ഇതും അതേപോലെ തന്നെ ഡോട്ട് വർക്ക്. ഇത് പിന്നെ ഇതെന്താ ആദ്യം എത്ര ഉണ്ട് അങ്ങനത്തെ തോന്നുന്നുണ്ട്. ഇന്ന് ഹെഡിങ് എഴുതിയിട്ടില്ല, അത് മനസ്സിലാവില്ല. കൗണ്ട് ആൻഡ് സർക്കിൾ ആദ്യം എത്ര ഉണ്ട് 2 അങ്ങനെ സർക്കിൾ ചെയ്യാറ്. ലോട്ടസ് 1 പിന്നെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ലോട്ടസ് 1 അങ്ങനെ അതിനൊക്കെ എന്തൊക്കെയോ എഴുതാനുള്ളത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ കുറേ വരക്കുക, കളർ കൊടുക്കുക, പിക്ചേഴ്സൊക്കെ തപ്പുക, അതൊക്കെ ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയായിരുന്നു. അതുപോലെ ഇത് നമ്പർ 1 തൊട്ട് 100 വരെ നമ്പർ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ. ഇത് പിന്നെ 1 2 3 4 5 6 7 പിന്നെ ബാക്കി ഉണ്ടായിരുന്നു 5 6 ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടാവും. പിന്നെ കുറേ 5 6 ഒക്കെ പിന്നെ നമ്പർ നമ്മൾ പഠിക്കുക 1 തൊട്ട് 10 വരെ ഇതൊക്കെ ആവശ്യമുള്ളൂ. അങ്ങനെ വെച്ചതാണ് ഞാൻ. മാത്സിൻ്റെ ആൽബം ഒരു തലം വാരില്ലാതായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ആൽബം കൂടെ കാണിക്കാം. ഞാൻ ഇതൊന്ന് റെഡിയാക്കട്ടെ. എന്നിട്ട് അടുത്ത ആൽബമാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഇതൊന്നും ഞാൻ മര്യാദക്ക് പോലെ എഴുതിയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പേജ് വന്നിട്ട്. ഇതൊക്കെ അന്ന് സ്റ്റോപ്പ് ചെയ്താ ഇൻഡെക്സ് പോലും കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ ബട്ടൺസ് വർക്ക്
സംഭവം എന്താ മനസ്സിലാവില്ലേ? ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് എന്താ പറയാ ഇതുപോലെ ഇത് വരച്ചതല്ല. ഇത് ഞാൻ ഇതിൽ അധികം പ്രിന്റ് എടുത്തിട്ട് ഒട്ടിച്ചിട്ട്, പിന്നെ അതെന്താന്ന് വെച്ചാൽ അന്ന് സമയമില്ലായിരുന്നു. എന്താ പറയാ, ഞങ്ങൾക്ക് കോഴ്സ് അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് 1 ഇയർ കഴിഞ്ഞ് 2 ഇയർ ആവാനായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ 2020 കഴിയാൻ നേരത്താണ് ഈ ആൽബം വർക്കൊക്കെ ആയത്. പിന്നെ കൊറോണന്റെ ടൈമായി ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർ പിന്നെ പെട്ടെന്ന് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ടീച്ചറില്ല. പിന്നെ ടീച്ചർ ഇതൊക്കെ ആദ്യം പറഞ്ഞു തന്നിട്ടായിരുന്നു, ഞങ്ങൾ മിസ് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടായിരുന്നു ടീച്ചർ പിന്നെ അവിടെ പോയതൊക്കെ. അപ്പം അങ്ങനെ ആകെ ഒരു തല തിരിഞ്ഞുകൊണ്ടായിരുന്നു. മര്യാദക്ക് എന്തായാലും ഇങ്ങനെ ഇതൊക്കെ ചെയ്തതുകൊണ്ട് മനസ്സിലായി. പിന്നെ ഫയലിന് പിന്നെ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പോൾ എന്താ പറഞ്ഞത്, വരച്ചും കൂടെ ചെയ്യാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് സംഭവം നമ്മൾ ആദ്യം ഫോണിലൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് അത് പിന്നെ ഡയറക്റ്റ് ഇങ്ങനെ പ്രിന്റ്, ഞാൻ ഇപ്പോൾ ഒരു ബാസ്ക്കറ്റ് പ്രിന്റ് ചെയ്തിട്ട്, ബാസ്ക്കറ്റിൻ്റെ ഒരു മുട്ടായി കൊട്ട പോലത്തെ സംഭവം അത് ഞാൻ പ്രിന്റ് ചെയ്തിട്ട് ഒട്ടിച്ച് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അത് ഒട്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ ബട്ടൺസ് ചെയ്ത് കാണാം. അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ടൈമിൻ്റെ ആ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ ഇത് പിസ്തൻ്റെ ഷെല്ല് വെച്ചിട്ട്, പിസ്തൻ്റെ തോട് വെച്ചിട്ട് ചെയ്യുന്നത്. ഇത് പിന്നെ നമ്മളെ എന്താ പറയുക ഗിൽറ്റർ പെന്നില്ലേ, മിൽക്കമഷി ഒക്കെ പറയും, അതിട്ട് ഇത് പ്രിന്റ് എടുത്തതാണ്. ഇത് പ്രിന്റ് എടുത്തതാണ് ഒട്ടിച്ചതാണ്. അതിൻ്റെ മേലെ കൂടെ ഗിൽറ്റർ പെന്ന് ചെയ്തതാണ്. പിന്നെ ഇത് നമ്മളെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ അതിട്ട്. പിന്നെ ഇത് സ്റ്റോണ് എന്താ പറയുക, അന്ന് എന്താ പറയുക നമ്മളെ ഈ മീനിൻ്റെ അക്കുറത്തിലിടുമല്ലോ സ്റ്റോണ്, അത് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെയുള്ള സ്റ്റോണൊക്കെ പെറുക്കിയിട്ട് അതിൻ്റെ മേലെ വാട്ടർ കളറൊക്കെ കൊടുത്തിട്ട് ചെയ്തതാണിത്. ഒരു ചെടിച്ചട്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുണ്ടോ എന്നോ? കണ്ട പൊടി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വർക്ക്, പേപ്പർ, എന്താണ് ഈ വർക്കിന് പറയാ? പേപ്പർ വർക്ക് എന്നാണ്. നമ്മള് മറ്റേ പേപ്പർ കമ്മൽ ഉണ്ടാക്കിനല്ലോ, പേപ്പർ കമ്മലൊക്കെ ഉണ്ടാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അന്നൊക്കെ ഇതൊക്കെയായിരുന്നു പണി. ഇതുപോലെ ഇങ്ങനെ ചുരുട്ടിയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ചുരുട്ടും, പിന്നെ കുറെ വീട്ടിൽ വന്നിട്ട് ചുരുട്ടും. അങ്ങനെ റോൾ ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ ഒരു സംഭവം. അപ്പൊ ഇങ്ങനെ കാണാൻ രസം. പിന്നെ ഇത് പെൻസിൽ കളറായിട്ട് ഇങ്ങനെ വരച്ചിട്ട് കളർ ചെയ്യാനുള്ള വർക്ക് ചെയ്യുന്നു. പിന്നെ ഇതൊക്കെ എന്താ സംഭവം, അത് എന്ത് വർക്കാന്ന് എനിക്ക് അറിയില്ല. അതും പേപ്പർ വർക്കാണ്. പേപ്പർ എന്താ പറയാ, എന്ത് പേപ്പറാന്ന് വെച്ചാല് ഇങ്ങനെ മറന്നു കാണാൻ പിന്നെ പറയാൻ കിട്ടത്. ഇങ്ങനെ പേപ്പർ നമ്മളത് അങ്ങനെ ചുരുട്ടിയിട്ട് ഒരു ഇതിൽ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഫാൻ ഇടുമ്പോൾ മറ്റുള്ളവരന്ന് ഫാൻ ഇടുമ്പോഴത്തേനൊക്കെ പാറി പോയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ 4 ആളും എന്താ പറയാ, അങ്ങനെ ചിലപ്പോൾ ഞങ്ങൾ 4 ആൾ ഉണ്ടാവുള്ളൂ ഒരു ക്ലാസ്സിൽ. അപ്പോൾ പിന്നെ തല്ലുകൂടിയിട്ട് എന്താ പറയാ, മിസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുത്തിയാണ്. കാരണം ഇത് പാറിപ്പോവും, അത് ഒതുക്കി വെക്കുമ്പോഴത്തേനും മറ്റാളായി നിർത്തുകൊണ്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ അതൊക്കെ ഒരു കാലം. അപ്പോൾ എന്താ പറയാ, ഇതിങ്ങനെ ചുട്ടിയിട്ട് പിന്നെ ഗമ്മയ്ക്ക് ഒട്ടിച്ചതാണ് ഈ ബട്ടർഫ്ലൈൻ്റെ ഇടയിൽ. ഇത് വരച്ചതാണ്, ഈ പ്രിന്റ് അല്ല, ഇത് വരച്ചതാണ്. അങ്ങനെ വരച്ചിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ചത്. ഇത് പിന്നെ സാൻഡ് വർക്ക് എന്താ പറയാ, അങ്ങനെ വരച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മേലെ പശ തേച്ചിട്ട് സാൻഡ് ഇട്ടിട്ട് ഊതുമല്ലോ. അപ്പോൾ ഈ ഒരു പിക്ചർ ഇട്ടൂലേ, ആ ഒരു വർക്കാണിത്. എന്താ ഫോക്കസ് ആവാത്തേ? ആ ഒരു വർക്കാണിത്. വരെയും ഇതും മനസ്സിലാവണില്ലേ? മനസ്സിലാവുന്നുണ്ട്. പിന്നെ ബീഡ്സിൻ്റെ വർക്ക്, മറ്റേ നമ്മള് എന്താ അല്ല, ഈ ഒരു ബീഡ്സ് ഇതൊക്കെ നമ്മൾ പൈസ എടുത്ത് വാങ്ങണം. ഒരു ദിവസം തന്നെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാണ്ടാവും. ഇതൊക്കെ ബട്ടൺ ഹൗസ് കയറിയിട്ട് വാങ്ങിച്ച് എന്താ പറയുക ഒക്കെ സെറ്റാക്കിയിട്ടാണ് ക്ലാസ്സിന് പോവുക. ഏതെങ്കിലും മിസ് രാവിലെ വന്നിട്ട് എന്താ പറയുക, ഇന്നലെ ചെയ്ത വർക്ക് ഇടയിച്ചു. ഇന്നലെ ചെയ്ത വർക്ക് ചിലപ്പോൾ ഇത്രക്കായിട്ടുണ്ടാവുള്ളൂ, പിന്നെ ബാക്കി അവിടെ ഇരുന്ന് ചെയ്യും. ഇതന്നെ ചിലപ്പോൾ 2 ദിവസം വെച്ച് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ബട്ടൺ ഹൗസ് കയറിയിട്ട് ഓരോരോ പാക്കറ്റൊക്കെ വാങ്ങി, ചിലപ്പോൾ ഞങ്ങളെല്ലാ കളർ വാങ്ങിയിട്ട് അങ്ങോട്ട് ഷെയർ ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല രസമുണ്ടല്ല. പിന്നെ മിറർ വർക്ക്, ഇത് പ്രിന്റ് എടുത്തതാണ്. ഈ സംഭവമൊക്കെ പ്രിന്റ് എടുത്ത. പിന്നെ ബിന്ദി വർക്ക്, ഇത് കംപ്ലീറ്റഡ് അല്ല. ഇവിടെ ഒക്കെ ഇതുപോലെ അങ്ങനെ പൊട്ട് വെച്ചിട്ട് ചെയ്യാനുണ്ട്. ബിന്ദി കംപ്ലീറ്റഡ് അല്ല. പിന്നെ ഇതെന്താ CD വർക്ക്, ഇത് ഞാനൊരു മീൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ന്യൂസ് പേപ്പർ കട്ടിങ്ങിൻ്റെ ഇത് എന്താ പറയുക, ന്യൂസ് പേപ്പർ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. എന്താ ഞാൻ പൈനാപ്പിൾ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പെൻസിലായിട്ട് മാത്രം വരച്ചിട്ട് ഇങ്ങനെ ഇത്. പിന്നെ എന്താ പറയാ, കോട്ടൺ പഞ്ഞിൻ്റെ ഇതെന്തായിരുന്നു, ഇത് കുറേ കാലം ഇങ്ങനെ അടക്കി വെച്ചിട്ട് എന്താ വരച്ചത് ഓർമ്മയില്ല. വരച്ചതൊക്കെ
എന്തോ ആയിക്കണം, എന്താ മൂന്നാവും, എന്തോ എനിക്കറിയില്ല. പിന്നെ അമ്പി നിന്നിട്ട് വരച്ചതൊരു ഹാഫ് മൂണ്ട് പോലെ ഉണ്ട്, ബാക്കിയൊക്കെ എന്താ അറിയില്ല. പിന്നെ ലീഫിൻ്റെ വർക്ക് ഇതൊക്കെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഓരോരോ ഇലയുണ്ട്. മറ്റേ പ്ലാവിൻ്റെ ഇല, അത് റോസാപ്പൂവിൻ്റെ ഇല, റോസ് പൂവിൻ്റെ. പിന്നെ തെർമാക്കോൾ വർക്ക് പ്രിന്റ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ചത്. പിന്നെ എന്താ പറയുക, മറ്റേ ഗിൽറ്റർ ഉണ്ടല്ലോ, ഈ മറ്റേ ഫ്രെയിം വർക്കൊക്കെ ചെയ്യണ്ടേ വലിയ വലിയ കലാകാരന്മാരുടെ അടുത്തൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു സംഭവം അതായിട്ട് ചെയ്തതാണ്. പിന്നെ കോയിന് പൈസ, പിന്നെ ഇങ്ങനെ ഗിൽറ്റർ പേപ്പറായിട്ട്. ഇത് പിന്നെ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, നമ്മളെ എന്താ പറയുക ഒരുതണ പേപ്പർ, ഈ പെയിൻ്റൊക്കെ പോകാൻ വേണ്ടി വരുമല്ലോ, ആ പേപ്പറായിട്ട് ചെയ്യുന്നത്. ഇത് പിന്നെ ബലൂൺ വർക്ക്. ഇത് ബലൂണിൻ്റെ ബാക്കിൽ കളർ വെച്ചിട്ട് നമുക്ക് എന്തോ വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് എന്ത് ഐഡിയ ആണുള്ളത് ആ ഐഡിയക്ക് അനുസരിച്ച് എന്തോ വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാനിത് അങ്ങനെ ചെയ്തിട്ടുള്ളത്, ബലൂൺ ഇങ്ങനെ പൊട്ടിട്ട് പിന്നെ അതിന് കാലും കൊമ്പൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ഇത്. ഇത് പിന്നെ ചോക്ക് വർക്ക്. ഇത് നമ്മൾ അതുപോലത്തെ പേപ്പർ ബ്ലാക്ക് A4 ഷീറ്റ് ഒട്ടിച്ചിട്ട് ചോക്കിയിട്ട് എന്താ വെച്ചാൽ വരക്കാം. ചോക്കിയിട്ട് എങ്ങനെ വരക്കാച്ചാൽ ചോക്ക എന്താ പറയുക വാട്ടറിൽ മുക്കിയിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ വരക്കണം, അല്ലെങ്കിൽ മാഞ്ഞു പോകില്ല. അപ്പം അങ്ങനെ എനിക്ക് ഓർമ്മ ഉണ്ട്. പിന്നെ ചുമക്കി നമ്മൾ സീക്വൻസ് ഉണ്ടല്ലോ അതിട്ട് ഇത് മാത്രം ഇവിടെ കംപ്ലീറ്റ് ചെയ്യില്ല, ബാക്കി കംപ്ലീറ്റ് ചെയ്ത്. പിന്നെ ഷേപ്സ്, മറ്റേ പഞ്ഞി പോലത്തെ ഇതിനൊക്കെ എന്താ പറയാന്ന് എനിക്കറിയില്ല. പിന്നെ ത്രെഡ് വർക്ക്, നമ്മുടെ നൂലില്ലേ ത്രെഡ് നൂല്, അതിങ്ങനെ ജസ്റ്റ് ഇതാക്കിയിട്ട്. ഇതൊക്കെ എങ്ങനെ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല, ഈ ഒരു സംഭവം ഇതൊക്കെ എങ്ങനെ ആക്കിയെടുത്തു, എങ്ങനെയൊക്കെ ആക്കിയെടുത്ത് ചെയ്തതാണെന്ന് ഓർമ്മയില്ല. അതെ. പിന്നെ ഇത് നമ്മളെ ബ്രഷ് ഷീറ്റാണ്. ഇതുപോലെ തന്നെ ക്രയോണിൻ്റെ വർക്ക്, പിന്നെ ബ്ലാക്ക് A4 ഷീറ്റിൽ നമ്മുടെ പല കളറും കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ കൂടെ വരച്ചുണ്ടാക്കുമല്ലോ, ആ ഒരു വർക്കാണിത്. പിന്നെ വെജിറ്റബിളായിട്ട് വെണ്ടക്കായിട്ട് ഇത്രയുള്ളൂ, വേറെ പിന്നെ ഇതിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്ന അറിയില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെയാണ് ഇതിൻ്റെ ഫൈൽസും കാര്യങ്ങളൊക്കെ കാണിച്ചത്. കുറേ ഫൈൽസ് ചെയ്തിട്ടുണ്ട്, തലയും പാലും ഇല്ലാതെ കിടക്കുന്നുണ്ട് കുറേ ഫൈൽസ്. ഞാൻ കാണിച്ചു തരാം. അന്നത്തെ ബാക്കിയുള്ള A4 ഷീറ്റാണ് ഇതൊക്കെ. അന്ന് വാങ്ങിച്ചതാ തോന്നുന്നുണ്ട്, അന്ന് കുറേ വാങ്ങിച്ചത് 24 കൊണ്ടിട്ട് എന്താല്ലേ. ഇതാ ഓരോന്നിൻ്റെ തലയും അറിയാതെ കിടക്കും. ഇത് വന്നിട്ട് മറ്റേ പോയം ഉണ്ടാക്കാനുണ്ട്. ഇംഗ്ലീഷിൽ കുറേ പോയിന്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ എന്താ പറയുക ഇതുപോലെ A4 ഷീറ്റിൽ എഴുതിയിട്ട് ഇങ്ങനെ ഫയലാക്കി എടുക്കാനുള്ളതായിരുന്നു. നമുക്ക് കംപ്ലീറ്റഡ് അല്ല, കുറേ ഹംറ്റി സാറ്റോന്തവാളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം. പിന്നെ ജോണീസ് പപ്പൊക്കെ ഷുഗർ തോന്നും, ഷുഗർ അന്നൊക്കെ ഓരോരോ കഴിവില്ല, ഒരു കഴിവില്ല. പിന്നെ ജിങ്കിൾ ബെൽസ്, ഇതൊക്കെ ആവശ്യം വരുന്നു. പിന്നെ ചപ്പി ചേച്ചി അങ്ങനെ കുറേ പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. ഈ പേപ്പറാണ് പോയാൽ എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ച് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു A4 ഷീറ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ ഇത് ആ ലൈനനുസരിച്ചിട്ട് ഇങ്ങനെ ഇതാ കുറേ A4 ഷീറ്റും. ഇതെന്താ സംഭവം? യെസ്, ഇത് സ്പീച്ച് പറയാനോ തോന്നുന്നുണ്ട്. സ്പീച്ചൊക്കെ പറയേണ്ടി വരും, ചിലപ്പോൾ പാട്ടാടേണ്ടി വരും, ചിലപ്പോൾ ഡാൻസ് കളിച്ചേണ്ടി വരും. അന്ന് സ്പീച്ച് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അതൊക്കെ പറഞ്ഞു ഓർമ്മയുണ്ട്, പറയാതെ കരിഞ്ഞു വന്നതൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ കുറേ പോയം. പിന്നെ ഈ ഒരു ഫയലിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് മാത്സിൻ്റെ ഒരു ഫയലാണ് തോന്നുന്നുണ്ട്. ഞാൻ മാത്സിൻ്റെ ഓരോ സംഭവങ്ങൾ കാണിച്ചെന്നല്ലോ, ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കല് ഇതൊക്കെ ബൈഹാർട്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് നോക്കിയിട്ടും പറയാം, നമ്മളിതൊക്കെ ബൈഹാർട്ടാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫയലും കാര്യങ്ങളൊക്കെ തന്നിരുന്നത് മാത്സിനെ കുറിച്ചിട്ടുള്ളത്.
ഒരു ഫയലാണ് തോന്നുന്നു, ഇതിൽ തന്നെ വെക്കാം. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഫയലിൽ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ഫുള്ള് നമ്മൾ കാണാതെ പഠിക്കണം. അതാണ് ഈ ഒരു ടി ടി സി ആയാലും നമ്മൾ എന്ത് പഠിച്ചതാണെങ്കിലും അതാണ് ഇതിൻ്റെത്. ഇതിൽ എന്തൊക്കെ വരുന്ന വെച്ചാൽ എന്താണ് സംഭവം, പിന്നെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, പ്രാക്ടിക്കലും പിന്നെ അതിൻ്റെ എക്സസൈസ് ഒക്കെ എങ്ങനെ ചെയ്യലെന്നൊക്കെ ഉള്ളത്. ഫോർ ഷീറ്റ് ഉണ്ട്, കളർ പേപ്പർ. ഇത് കാര്യത്തിൽ വേണോ? അതപ്പുറത്ത് ഇപ്പുറത്ത് ഒരേ കുട്ടികളുണ്ട്, സ്കൂളിൽ പോകണം, കസിൻസിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. ആർക്കെല്ലാം കൊടുത്ത എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. വെറുതെ ഞാൻ ഇവിടെ വെച്ചിട്ട് ആകെ പൂത്ത മണം പിടുത്തച്ച മണമൊക്കെയാണ് ഉള്ളത്. ആവശ്യമുള്ളവർ ഉപയോഗിക്കട്ടെ. അതുപോലെ ഇത് ഡോട്ട് പിക്ചർ, ഇതെങ്ങനെ ചെയ്തെച്ചാല് ഇത് ജസ്റ്റ് പിക്ചർ വെച്ചിട്ട് നമ്മളെ മറ്റേ പിന്നുണ്ടല്ലോ, ഹിജാബ് ചെയ്യുമ്പോൾ കുത്തണ മുട്ടു പിന്നെ അതായിട്ട് ഇങ്ങനെ കുത്തി 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 ഓട്ടാക്കുക. അങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം ഞാൻ ചെയ്തത്. അതാണ് ഡോട്ട് പിക്ചർ. എല്ലാം ഒരു നോണ്ട് 2 ചെയ്യണം, അങ്ങനെയാണ്. ഇത് ഇന്നത് സൈഡ് കട്ടിങ് പിക്ചർ. ഇതെങ്ങനെ വെച്ചാല് നമ്മൾ വരക്കുക, എന്നിട്ട് ബ്ലേഡ് ഉണ്ടല്ലോ, ബ്ലേഡ് ആയിട്ട് നമ്മൾ കറക്റ്റ് നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. അപ്പൊ സൈഡ് കട്ടിങ് പിക്ചർ എന്നുള്ള ഒരു പേരിനനുസരിച്ച് നമ്മൾ ചെയ്യണം. ലീഫ് അതുപോലെ കട്ട് ചെയ്യണം. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാക്കുക. പിന്നെ അതേപോലെ തന്നെ ഡിസ്കസും ചെയ്തത്, ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് ഓവർ ചെയ്തൊന്നു. ഓവർ ചെയ്തല്ല, ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് കാര്യം പൊടിഞ്ഞതുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് ഇരുന്നത്. പിന്നെ എന്താ പറയാ, ത്രെഡ് പെയിന്റിങ്, ഇതറിയില്ല, നൂല് വെച്ചിട്ട് മറക്കിയാണ് വരയ്ക്കാൻ. അതുപോലെ തന്നെ പിന്നെ സ്ട്രോബ്ലോ എന്ന് പറഞ്ഞാല് നമ്മള് ആദ്യം ഇങ്ങനെ വരച്ചിട്ട് എന്താ പറയാ, കളർ ഇവിടെ വെച്ചിട്ട് മറ്റേ സ്ട്രോ ഉണ്ടല്ലോ അതിട്ടാണ് അതുകൊണ്ട് ഊതുമ്പോ അതിനെ ബ്ലോ ആയി പോകും. അതാണ് സംഭവം. അതുപോലെ ഇതും അതുപോലെ ചെയ്താണ്. രണ്ടും ഇതൊന്നും നമുക്ക് ഓർമ്മയില്ല കേട്ടാ. ഈ വർക്ക് ചെയ്തൊന്നും ഇപ്പൊ കാണുമ്പോൾ ഓർമ്മ അതല്ല, ഇതൊക്കെ ഇപ്പൊ എന്റെ കയ്യിലുണ്ട് എന്നാണ് ഓർമ്മയില്ല. അത് ചെയ്തത് ഓർമ്മയുണ്ട്. ഇത് മറ്റേ കാൻഡിൽ ഡ്രോപ്പ്. ഇത് പറഞ്ഞാല് സംഭവം നമ്മള് പിക്ചർ വരച്ചിട്ട് എന്താ പറയാ, മെഴുക് കത്തിച്ചിട്ട് മെഴുക് ഇങ്ങനെ ഉരുക്കിക്കാണ്ട് കുറ്റിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അതുപോലെ മേകുറ്റിച്ച ഇവിടെ ഉള്ളവരൊക്കെ പറയാം, അൻവാസികളൊക്കെ പറയും. ഞാൻ ഇതിവിടെ കണ്ടിട്ട് കാണിച്ചാൽ ഞാൻ ചെറുപ്പത്തില് എന്താ പറയാ, വലിയ ടീച്ചർ ആയിരുന്നല്ലോ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള താത്ത. ആ താത്ത ഞാൻ ഭയങ്കര അമ്പിന്. ഞാൻ ചെറുപ്പത്തിൽ ഏത് നേരത്തും ആ താത്തൻ്റെ വീട്ടിലാണ് വരും. അപ്പോൾ ആ താത്ത പറയും, ഞാൻ ഓലെ തറ വടിയിട്ട് അടിച്ച് വലിയ ടീച്ചറായി പഠിപ്പിച്ചീന്. അന്നേ എനിക്ക് ടീച്ചറാവാനുള്ള പൂതിയുണ്ട്. ചെറിയ കുട്ടി പറയുമ്പോൾ അന്ന് 6 വയസ്സ് 7 വയസ്സ് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അന്നിങ്ങനെ മതിൽ പൊളിച്ചിട്ടും പിന്നെ പേരൻ്റെ ഉള്ളിൽ ചുമരുമ എഴുതിയിട്ടും അന്നെ വലിയ ടീച്ചറായിരുന്നു. അങ്ങനെ അന്നുള്ള ആ ഒരു ആഗ്രഹം പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ ആഗ്രഹം അവിടെ തീർന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഒന്നാമത് ഈ ടീച്ചിങ്ങിന്റെ ഫീൽഡ് കയറിയിട്ടുണ്ടെങ്കിൽ സാലറി സ്റ്റാർട്ടിങ് എന്താ പറയാ 4,500 4 പിന്നെ 5 ഇപ്പൊ പിന്നെ 6-7 ഒക്കെ ഉണ്ട് തോന്നുന്നത്. അന്ന് ഞാൻ എന്താ പറയുക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയെന്നൊക്കെ 5-4 ആ ഒരു കണക്ക് തന്നെയായിരുന്നു. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെറിയ കുട്ടികളെ ആയിട്ട് ഇളക്കിയിട്ട് 5-4 കിട്ടാറിയുമ്പോൾ അതൊരു ഇതല്ലേ. പിന്നെ റിസപ്ഷൻ വർക്കിനൊക്കെ പോയപ്പോൾ 10-8 അങ്ങനെയൊക്കെ കിട്ടും. അങ്ങനെ റിസപ്ഷൻ വർക്കിന്റെ ഇതിൽ അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ടീച്ചിങ്ങിൻ്റെ അങ്ങനെ വേണ്ടാന്ന് വെച്ചാൽ സാലറിന്റെ ഒരു ഇതുണ്ട്. ആഗ്രഹമൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ അല്ല, കുറച്ച് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്പീരിയൻസ് ഒന്നുമില്ല, വേണമെങ്കിൽ പോവാം. പിന്നെതാ മലയാളത്തിൻ്റെതും ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഭയങ്കര റിസ്ക് ആണ്. ഇതാ മറ്റേ ഒരുതണ പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളിത് എഴുതിയിട്ട് പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഇതുപോലത്തെ സംഭവത്തിൽ ഈ പേപ്പറായിട്ട് ഒട്ടിച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചിട്ട് കുറേ പണിയുണ്ടായിരുന്നു. ഇതാ ചാർട്ടുകളുണ്ട്, അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് വീട് അതിൻ്റെ ചാർട്ടൊക്കെ എടുത്തിട്ട് പോലായിട്ടുണ്ട്, കളറൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഫസ്റ്റ് ചാർട്ട് വന്നിട്ട് യെല്ലോ ചാർട്ട് വൈകുന്നേരം അതിന്റെ കളർ ഇളകിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തന്നതാണ്. അത് തലയിൽ ഡൊമസ്റ്റിക് ആനിമൽ
ആകെ കളർ അടിക്കാതുകൊണ്ട് മനസ്സിലായി. അത് മൂന്നും ഏകദേശം തീരുമാനമായി നാശേക്ക്. ബാക്കി ചാർട്ടും കൂടെ ഞാൻ കാണിച്ചു. പേപ്പറിന്റെ ഒക്കെ കളർ വെച്ചിട്ട് ക്യാമറയിലാക്കി കാണിച്ചിരുമ്പോൾ മനസ്സിലാവും. സ്മോൾ ലെറ്റർ ആൽഫബറ്റ്, സ്മോൾ ചാർട്ട്. ഇതൊക്കെ നിങ്ങൾ വെച്ച പോലെ. ഇത് ബോഡി പാർട്സിന്റെ ഇത് ഏകദേശം ആകെ പോയിട്ടുണ്ട്. സൈഡ് സ്റ്റോക്ക് ചെയ്തൊക്കെ ആകെ പോയിട്ടുണ്ട്. ഇതൊരു ചാർട്ട്, ഒരു ചാർട്ട്. ഇതൊക്കെ ഈ ഒരു സൈഡ് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളെ കട്ടിന്റെ ചുട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചതാണ്. ആകെ എന്തോ നനഞ്ഞിട്ട് ആകെ കയറി പോയ പോലുണ്ട്. ഇവിടെ കോഫിയാണ്, ഇതൊക്കെ ചെറുതായിട്ട്. അങ്ങനെ മാംഗോ, സ്ട്രോബെറി, ചെറീസ്, ഓറഞ്ച്, ആപ്പിൾ, ബനാന, ഫ്രൂട്ട്സിന്റെ സംഭവം അത് വൃത്തിക്കണ്ട്. ഇതൊക്കെ അങ്ങനെ കയറിപ്പോയി. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. 3-4 കൊല്ലമില്ലേ, ഇത്രയെങ്കിലും ഉണ്ടല്ലോ. ഒന്നുകൂടി ശ്രദ്ധിക്കാണെങ്കിൽ ഇവിടെ ഒന്ന് റെഡി ആയിരുന്നു. എന്തായാലും ഇപ്പൊ കണ്ടത് നന്നായി. ഇത് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും. ഇത് ഇവിടെയൊക്കെ ഏകദേശം എഴുതിയിടത്തൊന്നും അങ്ങനെ വല്ലാതെ കയറിപ്പോയിട്ട് വന്നില്ല. അടുത്തത് പിന്നെ നമ്പേഴ്സ് 1 തൊട്ട് 10 വരെ നമ്പറിൽ എഴുതിയതും വേർഡ്സിൽ എഴുതിയതൊക്കെ. അടുത്ത് പിന്നെ വെജിറ്റബിൾസിൻ്റെ ബ്രിഞ്ചാൾ, പൊട്ടറ്റോ, ക്യാരറ്റ്, ചില്ലി, ലേഡീസ് ഫിംഗർ, ടൊമാറ്റോ ഒക്കെ അങ്ങനെ. അടുത്ത് പിന്നെ കളേഴ്സ് റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ് ഒക്കെ. ഇതൊക്കെ ഈ സൈഡിൽ പോയി. അടുത്ത് പിന്നെ നമ്പേഴ്സ് 1 തൊട്ട് 100 വരെ എഴുതിയ നമ്പേഴ്സ്. പിന്നെ നമ്പേഴ്സ് നമ്പർ എഴുതിയിട്ട് ഓരോരോ പിക്ചർ കൊടുത്തിട്ട് എന്താ ചാർട്ടുകൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്നെ കാണിച്ചു തരാനൊന്നുമില്ല. ബാക്കി ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ 2 വർഷം കൊണ്ട് ഈ ഒരു കോഴ്സ് പഠിച്ചപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രാക്ടിക്കലായിട്ട് ഇതൊക്കെ ഇപ്പം ഞാൻ കാണിച്ചതൊക്കെ തിയറിയാണ്. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്താ പറയുക, എങ്ങനെ ഈ ചാർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതൊക്കെ എന്താ പറയുക നമ്മൾ ചെയ്തു എന്നുള്ളൂ. പിന്നെ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു. അത് ആകെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ പറഞ്ഞല്ലോ. പിന്നെ മിസ് അവിടെ നിന്ന് പോയി. പിന്നെ ഞങ്ങൾക്ക് ക്ലാസ് ഒന്നും കിട്ടിയില്ല. ഓൺലൈൻ ക്ലാസ് തന്നെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ കിട്ടിയതായിരുന്നു. അതൊന്നും ശരിക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ആകെ അവിടെ കൊണ്ടും ഇല്ലാത്ത രീതിയിലൊക്കെ ആയി. പ്രാക്ടിക്കലാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ എന്തായാലും ഈ മോണ്ടിസോറി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക മറ്റേതും പഠിപ്പിക്കാം. അതായത് PPTTC പ്രൈമറി ആണെങ്കിലും പഠിപ്പിക്കാം. അതും ഇത് യാതൊരു വ്യത്യാസമില്ല. ഈ മോണ്ടിസോറി എന്ന് പറയുമ്പോൾ അതിന് ഫുൾ ഇംഗ്ലീഷാണ് ഉണ്ടാവുക. അപ്പോൾ ഇംഗ്ലീഷിലാവും നമ്മൾ കുട്ടികളോട് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ നടക്കുന്നുണ്ടാവുക. ആ ഒരു വ്യത്യാസം അവിടെ മോണ്ടിസോറിയിലുള്ളത്. ഇപ്പോൾ മോണ്ടിസോറിയൊക്കെ ഞാനാ പഠിച്ച കാലത്തെ ഇപ്പോൾ 3-4 വർഷമായില്ലേ, ആ ഒരു സമയത്ത് ഇറങ്ങിയെന്ന് തോന്നുന്നത്. ഇപ്പോൾ അതിനൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട് തോന്നുന്നത്. അധികം എല്ലാവരും ആ ഒരു കോഴ്സിന് അധികം എല്ലാവരും പഠിക്കുന്നുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്. അറിയില്ല. അതിൻ്റെ ഒരു ഞാൻ ഇൻസ്റ്റയിലൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ അതിൻ്റെ ഇതൊക്കെ എന്താ പറയുക പ്രൊമോഷൻ വീഡിയോ പോലെ ചെയ്യുന്നതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പിന്നെ കുറേ ടീച്ചേഴ്സും ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ എനിക്ക് നല്ല മിസ്സുണ്ട്, എനിക്ക് പോയാൽ മതി എന്നൊക്കെ നല്ല മിസ്സുണ്ട്. ഇപ്പം എന്തായാലും ഞാൻ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏകദേശം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 ഇയർ ആവാനായി. പിന്നെ ഈ റിസപ്ഷൻ ഡെലിവറിങ് ഒക്കെ അറിയാം. ഒരു ടീച്ചിങ്ങിൻ്റെ ഇതിൽ മാത്രം ഞാൻ കയറിയിട്ടില്ല. ഞാൻ ഒന്നാമത് ഈ സാലറിൻ്റെ കാര്യം, പിന്നെ കുട്ടികളൊന്ന് എന്താ പറയുക ഒന്ന് റെഡിയാക്കി എടുക്കണം, അതൊക്കെ പഠിച്ചിട്ടായിരുന്നു. ഫസ്റ്റ് അത് പഠിച്ചിട്ടായിരുന്നു. പിന്നെ അപ്പോൾ വിചാരിക്കും എന്താണ് പിന്നെ എന്തിനതൊക്കെ പഠിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ എന്തായാലും കേൾക്കില്ല. ഒരു പറഞ്ഞ് നമ്മളിങ്ങനെ കേട്ടിരിക്കാനല്ല. എന്നാലും ടീച്ചിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. നമ്മൾ കുട്ടികളെ എന്താ പറയുക മര്യാദക്ക് നിർത്തുന്നതാണ് ടീച്ചിങ്ങിലുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തായാലും ടീച്ചിങ്ങിൻ്റെ ഫീൽഡ് അങ്ങനെ ഇഷ്ടമല്ല എന്നല്ല, എന്നേലൊക്കെ കയറണം ഇൻഷാ അല്ലാഹ്. ഇത്രയും പഠിച്ചതും ഇത്രയും ചെയ്തതൊക്കെ അതവിടെ കേൾക്കട്ടെ. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഐഫോണില്ല. ഓളുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഒന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ എൻ്റെ മൈൻഡിൽ കുറേ ദിവസമായി ഇതിങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്താലും മതി. അപ്പോൾ ഓളുണ്ടാകുമ്പോൾ എന്താ റൂം ലോക്ക് ചെയ്തിട്ട് വരാൻ പറ്റില്ല. ഓൾക്കറിയാം ലോക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കലാവും പണി. നോക്കുകൾക്കറിയാം. ഓൾക്ക് ഈ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട് അതിന് ക്യാമറയുടെ മുമ്പിൽ നിൽക്കണം. ഓൾക്കെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് അതാവും പണി വെച്ചിട്ട് ഓള് ഡോറ് ഇങ്ങനെ വന്ന് മുട്ടും. അപ്പോൾ വീഡിയോ എടുക്കാനായിരിക്കില്ല. പിന്നെ ഒന്നാമത് ഞാൻ ഇപ്പോൾ ഈ കാണിച്ചിരുന്ന സാധനം കോളെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തലയും വലിയും ഉണ്ടാവില്ല, ആകെ കയറിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കരുതിയത്. എന്താ പറയുക പിന്നെ കാര്യമായിട്ട് ഒന്നും പറയാനൊന്നുമില്ല. ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ പിന്നെ എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ ഇപ്പം എന്താ, എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാല്ല കാണാം. അപ്പം എന്തായാലും ബൈ.